പോരായിരുന്നോ? എന്താ കുട്ടികളെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? മക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാടല്ലേ ഇത്? നിങ്ങളത്തിന് ഇവിടെ നിൽക്കുന്നത്? ഇത് പ്രശ്നമുള്ളത് കാടാ കേട്ടോ. നിങ്ങൾ ഇവിടെ നിൽക്കാതെ വേഗം പോകാൻ നോക്ക്. ഇപ്പൊ എന്റെ കണ്ണി പെട്ടെന്ന് കാര്യമായി. അല്ലെങ്കിൽ നിങ്ങളോട് നിന്ന് കളിച്ചേനെ. പെട്ടെന്ന് പോ, രണ്ടുപേരും പോ. പെട്ടെന്ന് പോലെ ഒരു സമയം പോലും കളയണ്ട. അയ്യോ, വെള്ളം കുടിക്കാൻ പോയോ? എവിടെ അരുവിയിലോ? അതൊക്കെ ഭയങ്കര ആഴമുള്ള അരുവിയത്. കാരണം നമുക്ക് അവിടെ പെട്ടെന്ന് പോയി നോക്കാം ആ കുട്ടിയെ. ആഴം തന്നെയല്ല പേടിക്കേണ്ടത്. ആ നദിയിലാണെങ്കിൽ ഒരു പ്രേതമുണ്ട്. മണ്ണിന്റെ അടിയിൽ അത് കിടക്കുന്നത്. ചെളിവെള്ളമുണ്ട്. ആ ചെളിവെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരും ആ പ്രേതം. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. നിങ്ങൾ വിഷമിക്കാതെ മക്കളെ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എന്താ കുട്ടിയുടെ പേര്? അമ്മിണിയോ? അമ്മിണി! പേടിക്കണ്ട മോള്, ഞങ്ങൾ രക്ഷിക്കാം. മോളൊന്നും പേടിക്കാതെ നീ കയറുവാ. ഒന്നും നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പെട്ടെന്ന് നീ കയറുവാ. അയ്യോ, കാല് കുറുകി കിടക്കുവന്നോ? വേണ്ട അങ്ങോട്ട് ഇറങ്ങണ്ട മോളെ, ഡേഞ്ചറാ. അവിടെ ഭയങ്കര ആഴം അത്. മാറി രണ്ടുപേരും മാർക്ക്, ഞാൻ നോക്കട്ടെ. അത് മനസ്സിലായില്ലേ മക്കളെ? അതൊക്കെ ആ പ്രേതത്തിന്റെ കളിയാ. അവൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവളിപ്പോ മിക്കവാറും ചെടിവെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും. നിങ്ങൾ എല്ലാവരും ഈ ജാഗരൂകരായിട്ട് നിന്നോ. പേടിക്കണ്ട കേട്ടോ ആരും. ഓം അത് പേടിക്കല്ലേ? ആ, അവൾ എത്തിക്കഴിഞ്ഞു. അതാ സൗണ്ട് കേട്ടത്. ഇനി എല്ലാവരും ഒരു കാര്യം ചെയ്യും. എല്ലാവരും കണ്ണടയ്ക്ക്. ഞാൻ പറഞ്ഞ പോലെ കേക്ക്. മോനെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞത്. അവിടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ച് ബോധം കെട്ട് വീഴും. അതുകൊണ്ടാ പറഞ്ഞു കണ്ണടയ്ക്കാന്. കണ്ണടച്ചെന്ന് ആർക്കും പേടിക്കണ്ട. ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം. ഇനി എല്ലാവരും ഒരു കാര്യം ചെയ്യും. മനസ്സിലാക്കി ദൈവത്തെ ധ്യാനിച്ച് നിന്നോ. വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെവിക്കൊള്ളാനും പോകണ്ട. നിങ്ങൾ കണ്ണടച്ച് മാത്രം നിന്നാൽ മതി. ഞാൻ പറയുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ മതി. ആ, പിള്ളേർ മൊത്തം കണ്ണടച്ചിട്ടുണ്ട്. ഇനി എന്റെ കർമ്മങ്ങൾ തുടങ്ങാം. അവളെത്തി. നീ ഞാൻ പറയുന്നത് കേട്ട് വഴങ്ങുന്നതോ നല്ലത്? അനങ്ങാതെ അവിടെ നിൽക്ക്. ഞാൻ ആരാന്ന് വിചാരിച്ചത്? നീ എന്നെ പേടിപ്പിക്കുന്നു. നിന്നെ എല്ലാത്തിനും ഞാൻ വക വരുത്തും. പിള്ളേരെ, അനവസരം കാണിക്കരുത്. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ പേടിച്ച് ഇവിടെ ബോധം കെട്ട് വരും. ആരും കണ്ണു തുറക്കരുത്. അയ്യോ, ഈ കുട്ടി കണ്ണു തുറന്നു. അടക്കി കുട്ടി, കണ്ണടക്കി കുട്ടി. നീ ഭാഗ്യം ആ കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ പ്രേതത്തെ കാണാഞ്ഞത്. അല്ലാതെ ഈ കുട്ടികളായിരുന്നു കണ്ണു തുറന്നെങ്കിൽ ആ പ്രേതത്തെ കണ്ട് ബോധം കിട്ടു വീണ ഇവിടെ. എല്ലാരും എന്ത് ഇവിടെ പേടിയില്ല നിക്കുന്നേ? നീ ഒഴിഞ്ഞു പോകുന്ന നിനക്ക് നല്ലത്.
എല്ലാരും ഞാൻ ഈ പിള്ളേരെ മൊത്തം കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു പോകൂ. ആദ്യം കൊണ്ടുപോകുന്ന നിങ്ങളെ ആയിരിക്കും. എന്നെ എന്താ നീ എന്നോട് കളിക്കാറായോ? അതെ, നിങ്ങളെ തന്നെ ഞാൻ ആദ്യം കൊണ്ടുപോകും. അയ്യോ ഈ പ്രേതം പറഞ്ഞു ഇനി വന്നല്ലോ. നീ അകന്നു പോ, അകന്നു പോ. അകന്നു പോകാനല്ല, നിങ്ങൾ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഓ, അയ്യോ എന്റെ തലക്കടിച്ചേ ഉള്ളു. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ എന്റെ തലക്ക് വീണ്ടും അടിച്ചു. അയ്യോ മാറ് മാറ് നീ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ നീ ഇടിച്ചതായിട്ടേ. പിള്ളേർ ഓടി എവിടെ വരെ പോകും? എൻ്റെ കയ്യിൽ തന്നെ കിട്ടും നിന്നെയൊക്കെ. എന്താ മക്കളെ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? പ്രേതോ? ആര്? വേറൊരു സ്വാമിയോ? വേറൊരു സ്വാമിയെ പ്രേതം അടിച്ചിട്ടോ? ആ നിങ്ങൾ പറഞ്ഞതിൽ എന്തോ സത്യം ഉണ്ടെന്ന് തോന്നല്ലോ. ഞാനിപ്പോ സൗണ്ട് കേട്ടാ ചെളിവെള്ളത്തിന്റെ. മക്കളെ നിങ്ങൾ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. എന്നെ വെട്ടിച്ച് കടന്നു കളയാന്ന് വിചാരിച്ചു പിള്ളേരെ നിങ്ങള്. ഇതാരാ നിങ്ങളുടെ കൂട്ടിന് വന്നേക്കുന്ന പുതിയ സ്വാമി? ഇതിനെയും ഞാൻ അടിച്ചുവിടും ഇപ്പൊ. നീ തിരിച്ചു പോകുന്നോ നല്ലത്? നീ ഒരു പോറ്റി അടിച്ചിട്ടല്ലേ? അതേ രീതി തന്നെ ഞാൻ നിന്നെ അടിച്ചിടും. നീ അധികം ചിരിക്കാതെ. ഇതൊന്നും ഏശത്തില്ല എനിക്ക്. ഒരനക്കം ഇല്ലല്ലോ നോക്ക്. എന്റെ കയ്യിരിക്കുന്ന തീർത്ഥജലം കണ്ടോ? അത് ഞാൻ നിന്റെ മേളിൽ തളിക്കും. നീ ഇപ്പൊ ചാരമായിട്ട് മാറും. എന്നെ തളയ്ക്കാൻ നിനക്കാവില്ല. ഈ പിള്ളേരെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരും. നിന്നെയും ഞാൻ ശരിയാക്കി തരും. നീ അധികം ചിരിക്കണ്ട. നിനക്ക് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ കയ്യിരിക്കുന്ന ഈ തീർത്ഥജലം കണ്ടോ? ഇത് മാത്രം മതി, നിന്നെ ഞാനിപ്പൊ ചാരമാക്കി തരാം. ചെളിവെള്ളപ്രേതമായി എന്നെ നീ എങ്ങനെ ചാരമാക്കും? അതാ ഈ തീർത്ഥജലത്തിന്റെ ശക്തി. ഈ ലോകത്തൊന്നിനും എന്നെ തോൽപ്പിക്കാനാവില്ല. ഈ തീർത്ഥജലം എന്റെ ശക്തി. നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ എന്റെ തീർത്ഥജലം എവിടെ പോയി? അയ്യോ ഞാനത് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചായിരുന്നു. ഞാനത് മറന്നുപോയി. ഇനി എനിക്ക് ആശ്രമത്തിൽ തന്നെ കിട്ടത്തുള്ളൂ. എടാ സ്വാമി, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ആശ്രമത്തിലോട്ട് വിടാം. ഇനി അവളോട്ട് മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്റെ ഒരു തുള്ളി തീർത്ഥജലമില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്.
നിനക്ക് വേണ്ടി എന്ത് ഞങ്ങൾ ചെയ്തു തരാം. നിനക്ക് എന്താ ആവശ്യം, നീ അത് പറയൂ. നീ ഞാൻ പറയുന്ന ആഗ്രഹം സാധിച്ചു തരുമോ? എങ്കിൽ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടാം. അതേ ചെളിപ്രേതം, ഞാൻ എന്ത് വേണ്ട സാധിച്ചു തരാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഡയമണ്ട് മോതിരം ഉണ്ടായിരുന്നു, അതെനിക്ക് വഴി കളഞ്ഞുപോയി. ഞാൻ നോക്കിയപ്പോൾ കുറേ പട്ടികളാണെങ്കിൽ എൻ്റെ മോതിരം എടുത്തുകൊണ്ട് പോകുന്നു. എനിക്ക് പക്ഷേ പട്ടികളെ പേടിയാണ്. ഞാനെങ്കിൽ പുറകെ ചെന്നപ്പോഴത്തേക്ക് ആ പട്ടികൾ എന്നെ കൂടെ എന്നെ കടിക്കാൻ വന്നു. ആ പട്ടികൾ എൻ്റെ മോതിരം കൊണ്ടുപോയിട്ടുണ്ട്. ആ ഡയമണ്ട് മോതിരം നിങ്ങൾ എങ്ങനെ എനിക്ക് സ്വന്തമാക്കി തരണം. പട്ടികളോ? ചെന്നായാണോ? അയ്യോ, ചെന്നായക്കൂട്ടത്തെ എനിക്കും പേടിയാ. എന്നാലും ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ചെന്നായയാണോ പേടി അതോ എന്നെയാണോ പേടി? എന്നെ ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ആ മോതിരം തന്നേ പറ്റൂ. ആ ചെന്നായിക്കൂട്ടം എവിടെ താമസിക്കുന്നത്? ഈ കാണുന്ന വഴി നേരെ പോയാൽ മതി, ഒരു ഗുഹയിലെത്തിപ്പെടും. അവിടെയാ ചെന്നായിക്കൂട്ടം താമസിക്കുന്നത്. എന്നാ ശരി, എന്നാ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അത് എടുത്തോണ്ട് വരട്ടെ. അങ്ങനെ എന്നെ പറ്റിച്ച് മുങ്ങിക്കളയാനല്ലേ? നടക്കത്തില്ല. അങ്ങനെ എല്ലാവരും പോകണ്ട. ഇവിടെ ഒരാളെ നിർത്തിയിട്ട് പോ, അല്ലെങ്കിൽ രണ്ടുപേര്. വേണ്ട, നിങ്ങൾ 3 പേരും പോകണ്ട. നിങ്ങൾ 2 പേര് പൊയ്ക്കോ. കിങ്ങിണിയും കുട്ടുമോനും പൊയ്ക്കോ. അമ്മടി മാത്രം ഇവിടെ നിന്നോ. ഇവിടെ നല്ല ശക്തിയുള്ള പ്രേതമാ. ശരി, നീ പറഞ്ഞ ഞങ്ങൾ സമ്മതിച്ചു. ഇവിടെ ഒരാൾ മാത്രം നിൽക്കട്ടെ. ചെന്നായ ചുറ്റിക്കറങ്ങി നടക്കുന്ന കണ്ടോ? എങ്ങനെ നമ്മൾ ആ ഡയമണ്ട് കയറി എടുക്കും? കൊറേ ഉണ്ടല്ലോ ചെന്നായ. ഇതിൽ നല്ലതാ പ്രയത്തിനടുത്ത് നിൽക്കുന്നതായിരുന്നു അമ്മയുടെ കൂടെ. അവളെ ഒറ്റ കിട്ടിട്ടാ പോകുന്നത്. അവിടെ നിന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഈ ചെന്നായി കണ്ടിട്ട് പേടിയായിട്ട് വയ്യ. സാമി സാമി, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ എന്തോ ദൂരോട്ട് കല്ലെടുത്തറിയാം. അപ്പൊ സൗണ്ട് കേൾക്കുമ്പോൾ ചെന്നായില്ല അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അകത്ത് കയറിയാലോ ഗുഹയില്. ആഹാ, ഇവനാണ് കൊള്ളാലോ. ഇവന് ബുദ്ധിയുണ്ടല്ലോ. ആ, അത് ശരിയാന്നല്ലോ. ഇവന് ബുദ്ധിയുണ്ട് കേട്ടോ. ആ മക്കളെ, നിങ്ങൾ ആരെങ്കിലും കല്ലെടുത്തറിയേ. ആ സമയത്ത് നമുക്ക് അകത്ത് കയറാന്നിട്ട്. സാമി, ഞാനറിയാം. സക്സസ്. എല്ലാവരും അങ്ങ് പോയി. മോളെ വേഗം നടക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് അകത്ത് കയറാം. മോതിരം, ഡയമണ്ട് മോതിരം എൻ്റെ കയ്യിലേക്ക് വരൂ. ഡയമണ്ട് മോതിരം എൻ്റെ കയ്യിലേക്ക് വരൂ. നമുക്കിനി എത്രയും വേഗം പ്രയത്നം എടുത്തിട്ട് പോവാം മക്കളെ. എല്ലാരും വിട്ടോ വിട്ടോ. അവരിനി വരുമെന്ന് തോന്നില്ല. നിന്നെ ഞാൻ ശരിയാക്കും. പോയിട്ട് എത്ര നേരമായി? വരാനാണെങ്കിൽ എപ്പോഴേ വന്നേനെ. ഇല്ല, എനിക്കിനി ക്ഷമയില്ല. അവർ വരത്തില്ല. അവർ മുങ്ങിയതാ. അവർ നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. നിന്നെ ഞാൻ ശരിയാക്കും. ഹേയ് ചെളിപ്രേതം, എത്തിയോ? എവിടെ എവിടെ എന്റെ മോതിരം? നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്റെ മോതിരം. അതെ, ഇതാ നിന്റെ മോതിരം. നിന്റെ ഡയമണ്ട് മോതിരം ഇത് തന്നെയല്ലേ? ഇതാ, നീ എടുത്തോ. ഞങ്ങൾക്കിത് വേണ്ട. എന്റെ മോതിരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരെയും വേണ്ട. എന്റെ മോതിരം എടുത്താ. നിന്റെ മോതിരം നിനക്ക് തരാം, പക്ഷെ നീ ഒരു ശപഥം ചെയ്യണം. നീ ഇനി വേറെ ആരെയും ഉപദ്രവിക്കത്തില്ലെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മോതിരം ഞാൻ നിനക്ക് കൈമാറൂ. അതൊക്കെ എന്താ നിങ്ങൾ തിരക്കുന്നത്? നിങ്ങൾ എന്റെ മോതിരം എടുത്താ. നിങ്ങൾക്ക് തൽക്കാലം രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാം. ഇവിടുന്ന് പോ. നിങ്ങളെല്ലാവരും പോക്കോ. ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കും ഇല്ലെന്ന് അത് എൻ്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ ഇവളോട്ട് മത്സരിക്കാൻ നിൽക്കുന്നില്ല. നീ നിന്റെ മോതിരം പിടിച്ചു. ഞങ്ങളെങ്കിലും വെറുതെ വിട്. അങ്ങനെ എൻ്റെ വഴിക്ക് വാ.
മക്കളെ നിങ്ങളെല്ലാവരും സ്ഥലം വിട്ടോ ഈ കാട്ടിൽ നിന്ന് വിട്ടോ ഞാനതിൽ മറ്റേ സ്വാമിയെ കൂടെ രക്ഷിക്കട്ടെ